നമസ്കാരം സാർ. നമസ്കാരം വിശ്വേശ്വർ ഭട്ട്, ഇരിക്കൂ. സുഖനല്ലേ സാർ? എനിക്ക് നല്ല സുഖമാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് സാറിൻ്റെ അടുത്ത് എത്തിയത്. എന്താണ് കാര്യം, പറയൂ. തനൂജ എന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് സാർ. ഇന്ന് ആ പെൺകുട്ടി നീറ്റ് എക്സാം എഴുതേണ്ട ദിവസമായിരുന്നു. കോവിഡ് കാരണം ആ കുട്ടിയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കുകയാണ് സാർ. അവളുടെ എക്സാം ഇന്നാണ്. അവൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് 1 വർഷം നഷ്ടമാകും സാർ. വളരെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് സാർ. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓഫീസറോട് സംസാരിക്കുകയാണെങ്കിൽ അവൾക്ക് ആ എക്സാം എഴുതാൻ വലിയൊരു സഹായമാവും. അങ്ങനെ ചെയ്താൽ ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമായി തീരും സാർ. വിശ്വേശ്വർ ഭട്ട്, നിങ്ങൾ ഇത്രയും ആഗ്രഹത്തോടെ ഇവിടെ വന്നിരിക്കുകയല്ലേ? ഉറപ്പായിട്ടും തനൂജ എന്ന കുട്ടിയുടെ ഭാവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നും പറയുന്നു. അവൾ നന്നായി ഈ എക്സാം എഴുതി നല്ല രീതിയിൽ തന്നെ വെളിയിൽ വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അറേഞ്ച് ചെയ്ത് ഉറപ്പായിട്ടും അവൾ എക്സാം എഴുതുന്ന രീതിയിൽ ഞാൻ ശരിയാക്കി തരാം. ഇതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നേരിട്ട് തന്നെ കണ്ട് ഇത് സാധ്യമാകുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവളുടെ ഭാവി നല്ല രീതിയിൽ പോകണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടർ കാർത്തിക് സർ, തനൂജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നീറ്റ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് റിജക്റ്റ് ആയെന്ന് പറയുന്നു. അതിലെന്താണ് പ്രശ്നമെന്ന് നോക്കി അതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഏതെങ്കിലും ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താണെന്ന് വെച്ച് നോക്കി അതൊന്ന് ശരിയാക്കി വിടണം. ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാം. എന്തു തന്നെ ചെയ്തിട്ടാണെങ്കിലും ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കണം. വിജേന്ദർ സാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ നോക്കിക്കോളാം സാർ. പ്ലീസ് ഡു ഇറ്റ്. ശരി സാർ. ജയറാം ചേട്ടാ, എന്താ ചേച്ചി? കൊച്ചിയിൽ എന്റെ മോൾക്ക് എക്സാം ഉണ്ട്, വാ നമുക്ക് പോയിട്ട് വരാം. അയ്യോ ചേച്ചി, എന്റെ വണ്ടി CC ആയി ചേച്ചി. ലോൺ അടച്ച് 6-7 മാസമായി. ഇപ്പൊ നമ്മള് ചെന്നൈക്ക് പോയാൽ ഞാൻ CC ചെയ്തോണ്ട് വേണമെങ്കിൽ പോകും. വാടക തരാം. ചേച്ചി, വാടകയുടെ കാര്യത്തിലല്ല ചേച്ചി, വണ്ടി CC ചെയ്തോണ്ട് പോകും ചേച്ചി. നമ്മുടെ സൊസൈറ്റി ഉള്ള രാമനില്ലേ, ആ പുള്ളിയുടെ മകൻ കുമാർ ഉണ്ടല്ലോ, ആ. പുള്ളിക്കൊരു കാർ ഉണ്ടല്ലോ. ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്. പോയി ചോദിച്ചു നോക്ക്. ശരി, ഞാൻ അവരോട് ശരി ചോദിക്കാം. ചേച്ചി. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ഡോക്ടർ കാർത്തിക്, CMലെ സ്പെഷ്യൽ ഓഫീസറാണ്. പറയൂ സർ. മാഡം, തനുജ എന്ന ഒരു കാൻഡിഡേറ്റിന് ടെക്നിക്കൽ ഇഷ്യൂ കാരണം നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല. അതിന് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ അത് ഞാൻ ചെയ്തുതരാം. ദയവേത് ആ കുട്ടി എക്സാം എഴുതാൻ ഒന്ന് സഹായിക്കും മാഡം. ഇത് CM ആണ് പറഞ്ഞത് മാഡം. സോറി സർ, ആസ് പെർ NTA ഗൈഡ് ലൈൻസ് ഞങ്ങളെ കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഡൽഹി NTAയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സപ്പോസ് അവിടെ നിന്നും ക്ലിയറൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്കൊരു ഇഷ്യൂ ഇല്ല സർ. അതായത് മാഡം, ഇതൊരു സ്പെഷ്യൽ കേസായി കൺസിഡർ ചെയ്ത് ആ കുട്ടിക്ക് ഒരു അവസരം നൽകും മാഡം. CM പറഞ്ഞിട്ടുണ്ട് അറ്റ് എനി കോസ്റ്റ് ആ കുട്ടി എക്സാം എഴുതിയിരിക്കണം. സർ, കോവിഡ് SOP ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. ഇതിന് ശേഷം എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് ആയാൽ അത് പിന്നെ ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് യു മേ കോൺടാക്ട് ഡൽഹി ഓഫീസ്. സോറി സർ. ശരി മാഡം, ഞാൻ സംസാരിക്കാം. ഓക്കെ സർ. സോമ, ആ ഇലയെല്ലാം കണ്ടിക്കാത്തടാ. അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വെട്ടാടാ. രാജാ, എവിടെ? ഇലയെല്ലാം ഒരു സ്ഥലത്ത് എടുത്തിട്, നാരൊക്കെ വേറെ മാറ്റിയിട്. അത്രേ ഉള്ളൂ. കുമാരേട്ടാ. എങ്കിലും എടുത്തോണ്ട് പോകാൻ എളുപ്പമുള്ളൂ. കുമാരേട്ടാ, ആ പറയോ. എന്റെ മോൾക്ക് കൊച്ചിയിൽ പരീക്ഷയുണ്ട്, ഉടനെ പുറപ്പെടണം, ഒന്ന് വായോ. അയ്യോ, പാക്ക് പറിക്കാൻ ഇപ്പൊ ആള് വന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ വിട്ടിട്ട് ഞാൻ കാല് എങ്ങനെ പിടിച്ച് വരാനാ? ചോദിക്കാം, എത്ര വേണമെങ്കിലും വാടക തരാം. വൈകുന്നേരത്തിന് മുമ്പ് പോയിട്ട് വരണം, ഒന്ന് വരൂ. ചേച്ചി, കൊച്ചിയിലൊക്കെ കൊറോണ വളരെ കൂടുതലാന്നാ പറയുന്നേ. വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ ഇപ്പൊ കൊന്നു പോയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്താം. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് ചോദിക്കാം, എന്റെ മോളുടെ ഭാവി അതിലാ ഉള്ളത്. അയ്യോ, ഇതിന്റെ പണി കുളവാകുന്നാ തോന്നേ. ശരി, നിങ്ങൾ പോ, ഞാനിപ്പോ വേഗം വരാം. വരണേ, സമയമില്ല. ഞാൻ വീട്ടിനടുത്ത് തന്നെ ഉണ്ടാവും. ശരി. വേഗം വരണേ. എന്താ മനോജേ, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഏതോ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. സാർ അവിടെ നിന്ന് ഇറങ്ങിയോ? ആ, സാറ് പുറപ്പെട്ടു. അതുപോലെ വിശ്വേശ്വർ ഭട്ട് സാർ ഒരു ട്വീറ്റ് ഇട്ട് സീമിനെ ടാഗ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്താ അത്?
നീറ്റ് എഴുതുന്ന ഒരു സ്റ്റുഡന്റിന് എക്സാം എഴുതാനുള്ള ചാൻസ് മിസ്സായിരിക്കുകയാണ്. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം ആണെങ്കിൽ ഇന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് സാറിന് ഉടനെ തന്നെ ഇൻഫോം ചെയ്യ്. സാർ വന്നു തോന്നുന്നു. ആ എങ്കിൽ പോയി പറയേ. ആ ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. താങ്ക് യു സർ. സാർ, തനുജ എന്നൊരു പെൺകുട്ടിക്ക് നീറ്റ് എക്സാം എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല സാർ. സാർ, വിശ്വേശ്വർ ഭട്ട് സാർ ട്വീറ്റ് ചെയ്ത് CM-നെയും ടാഗ് ചെയ്തിരിക്കുകയാണ് സാർ. എന്താണ് ചെയ്തേക്കുന്നേ? സാർ, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചു. ഡൽഹി NDA ജോയിന്റ് ഡയറക്ടർ അടുത്ത് സംസാരിക്കണം സാർ. ശരി, ഓക്കെ, സംസാരിക്കാലോ. ഷുവർ സാർ. ഹലോ. നമസ്കാരം സർ. ആ പറയൂ കാർത്തിക്. സാർ, ഒരു സ്റ്റുഡൻ്റെ പേര് തനുജ. നീറ്റ് എക്സാമിനെ കുറിച്ചൊന്ന് സംസാരിക്കണം സർ. ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഡൽഹി ഓഫീസിൽ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ സർ. അവിടെ സംസാരിച്ചിട്ട് ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് CM സാറിനോട് സംസാരിക്കാം. ഓക്കെ സർ. താങ്ക് യു സർ.